മലബാർ കലാപം എന്ന് പറയുമ്പോഴേ, അതായത് മലബാറിൽ രൂപം കൊണ്ട ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ ഖിലാഫത്ത് കമ്മിറ്റികൾക്കെതിരായിട്ട് ബ്രിട്ടീഷുകാർ നടത്തിയ ചില അതിക്രമണങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങളാണ് എന്തിനുള്ള കാരണം? മലബാർ കലാപത്തിനുള്ള കാരണം. മലബാറിൽ രൂപം കൊണ്ട ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് ബ്രിട്ടീഷുകാർ നടത്തിയ ചില ആക്രമണങ്ങളാണ് എന്തിന് കാരണം? മലബാർ കലാപത്തിന് കാരണം. മലബാർ കലാപം ഏതു പേരിൽ അറിയപ്പെടുന്നു? മലബാർ കലാപം മാപ്പിള ലഹള എന്നറിയപ്പെടുന്നു. മലബാർ കലാപം അറിയപ്പെടുന്നത് മാപ്പിള ലഹള എന്നാണ്. മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപത്തിന്റെ നേതാവ് ആരാണ്? മലബാർ കലാപത്തിന്റെ നേതാവ് അലി മുസലിയാരാണ്. ആരാണ്? അലി മുസലിയാരാണ്. മലബാർ കലാപം നടന്നത് മലപ്പുറം ജില്ലയിലാണ്. മലബാർ കലാപം നടന്ന താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏറനാട് താലൂക്കാണ്. മലബാർ കലാപം നടന്ന സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയാണ്. അതുപോലെ തന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമാണ് വാഗൺ ദുരന്തം. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ അല്പം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. വാഗൺ ദുരന്തം നടന്ന വർഷവും 1921 തന്നെയാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സംഭവമാണ് വാഗൺ ദുരന്തം. മലബാർ കലാപം എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? കെ മാധവൻ നായരാണ്. മലബാർ കലാപത്തെ ആസ്പദമാക്കിക്കൊണ്ട് കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. ഏതാണ്? ദുരവസ്ഥ. ചാത്തനും സാവിത്രിയും ദുരവസ്ഥയിലെ കഥാപാത്രങ്ങളാണ്. ചാത്തനും സാവിത്രിയും ദുരവസ്ഥയിലെ കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ മലബാർ കലാപത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഉറുബ് രചിച്ച കൃതിയാണ് ഏത്? സുന്ദരികളും സുന്ദരന്മാരും. സുന്ദരികളും സുന്ദരന്മാരും. സുന്ദരികളും സുന്ദരന്മാരും കേട്ടോ. സുന്ദരികളും സുന്ദരന്മാരും. അതുപോലെ തന്നെ മലബാർ കലാപത്തെ ആസ്പദമാക്കിക്കൊണ്ട് IV ശശി സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? 1921. ഓർത്തു വെച്ചുകൊള്ളുക. മലബാർ കലാപത്തെ ആസ്പദമാക്കിക്കൊണ്ട് സുപ്രസിദ്ധ സംവിധായകൻ, സിനിമാ സംവിധായകൻ IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. IV ശശി അദ്ദേഹം മലയാള സിനിമയിലെ പ്രസിദ്ധനായ ഒരു സിനിമാ സംവിധായകനാണ്. മലയാളത്തിലെ സുപ്രസിദ്ധ സിനിമാ നടിയായ സീമ മാഡം അദ്ദേഹത്തിൻ്റെ വൈഫാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 2017 IV ശശി അന്തരിക്കുന്നത്.